നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു 20 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2022 വനിതാ യൂറോ കപ്പ് കിരീടം നേടിയ രാജ്യം. 2022 വനിതാ യൂറോ കപ്പ് കിരീടം നേടിയ രാജ്യം. ആൻസർ ഇംഗ്ലണ്ടാണ്. 2022 വനിതാ കോപ്പ അമേരിക്ക കിരീടം നേടിയ രാജ്യം. 2022 വനിതാ കോപ്പ അമേരിക്ക കിരീടം നേടിയ രാജ്യം ബ്രസീൽ. വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന 1 ലക്ഷം സംരംഭം പദ്ധതിയിൽ ഒന്നാമതെത്തിയ ജില്ല. വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന 1 ലക്ഷം സംരംഭം പദ്ധതിയിൽ ഒന്നാമതെത്തിയ ജില്ല പാലക്കാട് ജില്ലയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോട് അനുബന്ധിച്ച് ഇന്ത്യ കി ഉഡാൻ എന്ന പദ്ധതി ആരംഭിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ കി ഉഡാൻ എന്ന പദ്ധതി ആരംഭിച്ചത് ഗൂഗിളാണ്. മത്സ്യങ്ങളിൽ കോവിഡ് പരിശോധന ആരംഭിച്ച ലോകത്തിലെ ആദ്യ രാജ്യം. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മത്സ്യങ്ങളിൽ കോവിഡ് പരിശോധന ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ചൈനയാണ്. സംസ്ഥാന സർക്കാർ ജോലി ലഭിക്കാൻ മാതൃഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കിയ സംസ്ഥാനം. സംസ്ഥാന സർക്കാർ ജോലി ലഭിക്കാൻ മാതൃഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം. ഏത് സംസ്ഥാനമാണ് 2022 ഓഗസ്റ്റിൽ നിയമസഭയിൽ ലോകായുക്ത ബിൽ അവതരിപ്പിച്ചത്? 2022 ഓഗസ്റ്റിൽ നിയമസഭയിൽ ലോകായുക്ത ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. ലോകത്തിലാദ്യമായി ഹൈഡ്രജൻ യാത്രാ ട്രെയിനുകൾ പുറത്തിറക്കിയ രാജ്യം. ലോകത്തിലാദ്യമായി ഹൈഡ്രജൻ യാത്രാ ട്രെയിനുകൾ പുറത്തിറക്കിയ രാജ്യമാണ് ജർമ്മനി. കേരളത്തിലെ ആദ്യ നൈറ്റ് ക്ലബ്ബ് നിലവിൽ വന്ന ജില്ല. കേരളത്തിലെ ആദ്യ നൈറ്റ് ക്ലബ്ബ് നിലവിൽ വന്നത് ഏത് ജില്ലയിൽ? തിരുവനന്തപുരം ജില്ലയിൽ. ദേശീയ പോഷകാഹാരം വാരമായി ആചരിക്കുന്നത്. ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 1 മുതൽ 7 വരെ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബ്രാഞ്ച് കനാൽ നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലാണ്. ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബ്രാഞ്ച് കനാൽ നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ വിർച്വൽ സ്കൂള് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ വിർച്വൽ സ്കൂൾ നിലവിൽ വന്നത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ വിർച്വൽ സ്കൂൾ നിലവിൽ വന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിർച്വൽ സ്കൂൾ നിലവിൽ വന്നത് ഡൽഹി. സൗരോർജം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന കേരളത്തിലെ ആദ്യ സിനിമ. ചുമയുണ്ട്, ക്ഷമിക്കുക. സൗരോർജം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന കേരളത്തിലെ ആദ്യ സിനിമ ആര്യഭട്ട.
ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രാമപഞ്ചായത്താണ് ഏത്? പുല്ലാമ്പാറ. കുടുംബശ്രീയിൽ അംഗമല്ലാത്ത സ്ത്രീകൾക്ക് അവസരം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി. കുടുംബശ്രീയിൽ അംഗമില്ലാത്ത സ്ത്രീകൾക്ക് അവസരം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സുദൃഢം. ശ്രദ്ധിക്കുക, കുടുംബശ്രീയിൽ അംഗമില്ലാത്ത സ്ത്രീകൾക്ക് അവസരം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? സുദൃഢം. രാജ്യത്താദ്യമായി റേഷൻ കാർഡും ആധാറുമായി ബന്ധിപ്പിക്കുന്ന നടപടി 100% പൂർത്തിയാക്കിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി റേഷൻ കാർഡും ആധാറുമായി ബന്ധിപ്പിക്കുന്ന നടപടി 100% പൂർത്തിയാക്കിയ സംസ്ഥാനമാണ് ഏത്? നമ്മുടെ കേരളം. ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്ക് നിർമ്മിച്ച ഇന്ത്യൻ സംസ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്ക് നിർമ്മിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. ഇന്ത്യയിൽ അക്വാ പാർക്ക് നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ അക്വാ പാർക്ക് നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. 2023 G20 അധ്യക്ഷ പദവി വഹിച്ച രാജ്യമാണ് ഏത്? നമ്മുടെ ഇന്ത്യ. 2023 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുക, 2023 G20 അധ്യക്ഷ പദവി വഹിച്ച രാജ്യം ഇന്ത്യ. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഇന്ത്യയിൽ അനുമതി നൽകിയ ആദ്യ GM ഭക്ഷ്യവിള ഏത്? വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഇന്ത്യയിൽ അനുമതി നൽകിയ ആദ്യ GM ഭക്ഷ്യവിള ഏത്? GM കടുക്. ശ്രദ്ധിക്കുക, വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഇന്ത്യയിൽ അനുമതി നൽകിയ ആദ്യ GM ഭക്ഷ്യവിളയാണ് GM കടുക്. ഓക്കെ, എന്ന ഇന്നത്തെ ക്ലാസ് താൽക്കാലികമായിട്ട് അവസാനിച്ചിരിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ നല്ല രീതിയിൽ എഴുതി മനസ്സിലാക്കി പഠിക്കുക. നിശ്ചയം നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും എൻ്റെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദയവായി എൻ്റെ ഈ ക്ലാസ് ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. എന്നാൽ അടുത്ത ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.